വേണ്ടി ചാരപ്പണി നടത്തിയ യൂട്യൂബർ അറസ്റ്റിലായി. പഞ്ചാബ് സ്വദേശി ജസ്ബീർ സിംഗ് ആണ് പിടിയിലായത്. മൊഹാലി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജ്യോതി മൽഹോത്രയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. TG സജിത്ത് ചേർന്നു. സജിത്ത്, ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുകൾ ഉയർന്നു കേൾക്കുമെന്നും കൂടുതൽ അത്തരത്തിലുള്ള അറസ്റ്റുകളൊക്കെ ഉണ്ടാകുന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. അതനുസരിച്ച് കൂടിയുള്ള അന്വേഷണത്തിലാണോ ഇയാളുടെ ബന്ധം കൂടി പുറത്തു വന്നിരിക്കുന്നത്? യൂട്യൂബ് ചാനൽ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുകൂടിയാണ് കേസ്. അപർണ, ഈ രാജ്യത്ത് ഈ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തെ വിവിധ ആളുകൾ ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനൊടുവിലാണ് പുതിയൊരു യൂട്യൂബറെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജസ്ബീർ സിംഗ് ആണ് പിടിയിലായിരിക്കുന്നത്. മൊഹാലി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ജ്യോതി മൽഹോത്ര, നേരത്തെ അറസ്റ്റിലായ വിവാദ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി അടുത്ത ബന്ധമുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫോൺ രേഖകളും പരിശോധിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജസ്ബീർ സിംഗ് ജാൻ മഹാൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. ഇയാൾ പലവട്ടം പാകിസ്ഥാനിൽ പോയി എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പലവട്ടം ബന്ധപ്പെട്ടിരുന്നു. ഇതിൻ്റെ തെളിവുകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇയാളുടെ ഇടപെടലുകളും സാമ്പത്തിക വിവരങ്ങളും അടക്കം ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഒപ്പം ഈ ഫോണിൻ്റെ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോലീസ് കൈമാറിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പലവട്ടം ഇയാൾ പാകിസ്ഥാനിൽ പോയി വരുന്ന യൂട്യൂബ് വീഡിയോകൾ ഇദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇയാളുടെ പാകിസ്ഥാൻ ബന്ധം വ്യക്തമെന്നതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇയാളുടെ ഫോൺ രേഖകളിൽ നിന്ന് നിരന്തരമായി ഇയാൾ പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു, അവിടുത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നിട്ട് തെളിവുകൾ ലഭിച്ചു എന്നതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്ന കാര്യം. ഒപ്പം ഈ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായതിനു ശേഷം ഇയാൾ പിടിയിലാവാതിരിക്കുന്നതിന് വേണ്ടി ഇയാളുടെ ഫോൺ രേഖകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി. പക്ഷേ ഇത് അന്വേഷണ ഏജൻസികൾ റിക്കവർ ചെയ്തു എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും അങ്ങനെയാണ്. എന്തായാലും ഒരു യൂട്യൂബർ കൂടി പിടിയിലായിരിക്കുന്നു. ഇയാൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ കൂടിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു. പഞ്ചാബ് സ്വദേശി ജസ്ബീർ സിംഗ് ആണ് പിടിയിലായത്. ഒരിക്കൽ കൂടി സൈറ്റിലേക്ക് ചെല്ലുമ്പോൾ സജിത്ത്, ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരുപക്ഷെ കൂടുതൽ പ്രമുഖരുടെ പേരുകളടക്കം വന്നേക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഈ അന്വേഷണം ഈ യൂട്യൂബ് ചാനൽ ഉടമകളുമായി ബന്ധപ്പെട്ട തീരുന്ന ഒരു ഘട്ടത്തിലേക്ക് ആണോ ഇപ്പോൾ ഉള്ളത്, അതോ കൂടുതൽ അന്വേഷണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുണ്ടോ? തീർച്ചയായും അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ജ്യോതി മൽഹോത്രയുടെ രാജ്യത്തും പുറത്തുമായി നടത്ത പലവിധ ഇടപാടുകളും പരിശോധനയിലാണ്. കേരളത്തിലടക്കം പലതവണ വന്നുപോയിട്ടുള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ നടത്തിയ ഇടപെടലുകളടക്കം അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. സംസ്ഥാന പോലീസും ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും സംയുക്തമായിട്ടാണ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതിന് പുറമെയാണ് കൂടുതൽ യൂട്യൂബർമാർ ഇക്കാര്യത്തിൽ നിരീക്ഷണത്തിലാവുന്നത് എന്നതാണ് സാഹചര്യം. പാകിസ്ഥാനിൽ തന്ത്രപ്രധാനമായ ഇടപെടലുകൾ, നിരവധി ആളുകൾ പാകിസ്ഥാനിൽ പോയി വരുന്നതാണ്, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ. പക്ഷേ പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരന്തര ബന്ധം പുലർത്തിയിരുന്നു എന്ന തെളിവുകൾ ലഭ്യമാവുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. മൊഹാലി പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രപ്രധാനമായ വിവരങ്ങൾ ലഭ്യമായി എന്നതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ജ്യോതി മൽഹോത്ര ഇപ്പോൾ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അവരെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വീണ്ടും അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും, കൂടുതൽ ചോദ്യം ചെയ്യും. എന്തായാലും രാജ്യത്ത് ചാരപ്രവർത്തനം നടത്തിയ, പാകിസ്ഥാൻ അനുകൂലമായ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ അതിശക്തമായ നടപടികളിലേക്കാണ് അന്വേഷണ ഏജൻസികൾ കടക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരിക്കൽ കൂടി ഇപ്പൊ കേരളത്തിലും ഇവർ വന്നു, ആ തരത്തിലുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ തെയ്യം വീഡിയോയുടെ ദൃശ്യങ്ങൾ ഇടുക, കണ്ണൂർ വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്യുക, ആരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു, ആരൊക്കെ സഹായം നൽകിയെന്നൊക്കെ സംബന്ധിച്ചും ഈ അന്വേഷണങ്ങൾ പാരലായിട്ട് കേരളത്തിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം, അല്ലേ? ഈ ജ്യോതി മൽഹോത്രയുടെ രാജ്യത്തെ വിവിധ ഇടപെടലുകൾ, സാമ്പത്തിക ശേഖരണം, സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഇതിൽ ഈ ജ്യോതി മൽഹോത്ര അവർക്ക് ലഭ്യമാവുന്ന വരുമാനത്തിൽ കവിഞ്ഞുള്ള ചെലവഴിക്കൽ ജീവിത രീതി ഉണ്ടായിരുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ ഈ പണം വന്നു പോകുന്നത് എവിടെ?
പാകിസ്ഥാനിൽ നേരത്തെ തന്നെ ജ്യോതി മൽഹോത്ര നടത്തിയ നീക്കങ്ങൾ വിവാദമായിരുന്നു. കാരണം പാകിസ്ഥാനിലെ ഒരു മാർക്കറ്റിൽ അവർ സഞ്ചരിക്കുമ്പോൾ AK-47 ആയുധധാരികളായ അംഗരക്ഷകരുടെ സഹായത്തോടെയാണ് ഇവർ സഞ്ചരിച്ചത്. എങ്ങനെയാണ് ഇത്തരമൊരു സഹായം അവർക്ക് അവിടെ കിട്ടിയത്? പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ് അവർക്കൊരു സഹായം കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ അറിയിക്കാതെ എങ്ങനെ ഒരു ഇന്ത്യൻ പൗരയ്ക്ക് അത്തരമൊരു സഹായം അവിടെ കിട്ടി? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ വിവാദമായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയവർ പിന്നീട് ചൈനയിലേക്കും യാത്ര ചെയ്തു എന്ന വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഒപ്പം രാജ്യത്തെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലൊക്കെ വ്ലോഗിങ്ങിന്റെ ഭാഗമായി സഞ്ചരിച്ച ഇവർ എന്തൊക്കെ നീക്കം നടത്തി എന്ന കാര്യവും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ തെയ്യം കാണുകയും ഒപ്പം ആലപ്പുഴ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ വരുന്നു. ഒപ്പം തന്നെ കണ്ണൂരിലെ ചില തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് വരുന്നു. കൊച്ചിയിലെ കപ്പൽശാലയിലടക്കം സന്ദർശനം നടത്തി ഇക്കാര്യങ്ങളിലൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് വാലിഡാണ്, എത്ര കണ്ട് വലിയ വിവരശേഖരണമാണ് അന്വേഷണ ഏജൻസികൾ ഇവരിൽ നിന്ന് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം ഇക്കാര്യത്തിൽ തുടരുകയാണ്. TG സജിത്ത്. ਮੇਰੇ ਵੱਲੋਂ ਤੁਹਾਨੂੰ ਸਾਰਿਆਂ ਨੂੰ ਪਿਆਰ ਭਰੀ ਸਤਿ ਸ੍ਰੀ ਅਕਾਲ। ਅੱਜ ਚੱਲਿਆ ਜੀ ਪਾਕਿਸਤਾਨ ਬਾਗਾ ਬਾਰਡਰ ਪਾਰ ਕਰਕੇ ਜਾਣਾ ਤੇ ਸਵੇਰੇ 7 ਵਜੇ ਅਸੀਂ ਇੱਥੋਂ ਚੱਲਣਾ। ਪੂਰੀ ਇਨਫੋਰਮੇਸ਼ਨ ਦੱਸਦਾ ਰਹੂੰਗਾ, A to Z ਦੱਸਾਂਗਾ। ਅਸੀਂ ਕਿੱਥੋਂ ਵੀਜ਼ਾ ਲੱਤਾ ਤੇ ਅਸੀਂ ਕਿੱਦਾਂ ਗਏ, ਕੀ ਸਾਤੇ ਇਮੀਗ੍ਰੇਸ਼ਨ ਵਾਲੇ ਕੁਐਸਚਨ ਪੁੱਛੇ। ਕੱਲ ਜਦੋਂ ਮੈਂ ਜਥੇ ਵਾਲਿਆਂ ਨਾਲ ਬੈਠਾ ਵੀਰੇ, ਕੀ ਹਾਲ ਨੇ ਜੀ?